ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 26, 27 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ തന്നെ വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു LGS റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ന്യൂ SCERT, NCERT പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല PYQസും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കണം. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരെന്നാണ്. ഓർത്തുവെക്കുക, PV ഉഷാകുമാരിയാണ്. ആരാണ്? PV ഉഷാകുമാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 2025 അപ്പോയിന്റ്മെന്റ് ആയത്. എന്താണ് പ്രത്യേകത? മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായിട്ടാണ് ഉഷാകുമാരി അപ്പോയിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ആദ്യമായിട്ടാണ് മൈസൂർ വിമാനത്താവളത്തിൽ ഒരു വനിത ഡയറക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ഓർത്തുവെക്കുക, ഒരു വനിതാ ഡയറക്ടറിനെ മൈസൂർ വിമാനത്താവളത്തിൽ ലഭിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉഷാകുമാരി ഒരു മലയാളിയാണ്. എന്താണ്? PV ഉഷാകുമാരി തിരുവനന്തപുരം സ്വദേശിനിയാണ്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഉഷാകുമാരിയാണ് മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായിട്ട് മാറിയിരിക്കുന്നത്. അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് നാളുകളായി നമ്മൾ പത്രത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നടന്നു വരികയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, PM ശ്രീ എന്നുള്ള പദ്ധതിയാണ്. എന്താണ്? PM ശ്രീ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു PM എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കാണുമ്പോഴേ നമുക്കറിയാം ഇതെന്താണ്, ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്. പദ്ധതി എന്താണ് നമുക്ക് നോക്കാം. ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ്? PM ശ്രീ എന്നുള്ളതാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രദർശിപ്പിക്കാൻ എന്താണ്, ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂളുകൾ അതെന്താണ് പ്രത്യേകം വികസിപ്പിച്ച് ആണ് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ 14,500-ലധികം സ്കൂളുകൾ എന്താണ്, അതിന്റെ ബേസിക് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വിപുലമാക്കി ആ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, PM ശ്രീ എന്നുള്ള പദ്ധതിയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിന് ലഭിച്ചിട്ടുള്ള, ഒരു ആശുപത്രിക്ക് ലഭിച്ചിട്ടുള്ള നേട്ടമാണ്. രാജ്യത്തെ 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രിയാകുകയാണ്. എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം എന്താണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ 3 അവയവങ്ങളാണ് ഈ ഒരു സർജറിയിലൂടെ എന്താണ് മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ആശുപത്രി ഇത്തരത്തിൽ എന്താണ് ഒരു ശസ്ത്രക്രിയ നടത്തുന്നത്. അത് ഏത് ഹോസ്പിറ്റലാണെന്ന് ഓർത്തു വെക്കുക, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഇനി ഒരു മലയാളി താരത്തെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരെന്നാണ്. ഓർത്തുവെക്കുക, ഷിൽജി ഷാജിയാണ്. ആരാണ്? ഷിൽജി ഷാജിയാണ് അടുത്തിടെ ഇന്ത്യൻ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീമിലെ ഇടം പിടിച്ച മലയാളി താരം. അപ്പോൾ കോഴിക്കോട് സ്വദേശിനിയാണ്, കോഴിക്കോട് കക്കയം സ്വദേശിനിയാണ് ഷിൽജി ഷാജി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. എന്താണ്, നമ്മുടെ ഇന്ത്യൻ ടീമിൽ അംഗമായിരിക്കുകയാണ്. ഇന്ത്യ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീമിലാണ് അംഗമായിരിക്കുന്നത്. അപ്പോൾ ഇനി PSC ചോദിക്കുന്നത് ഷിൽജി ഷാജി എന്നുള്ള മലയാളി താരം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. ഫുട്ബോൾ താരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്ലാറ്റ്ഫോമിന്റെ പേര് ഇതാണ്, പ്യൂപ്പിൾ കാർട്ട്. എന്താണ്? പ്യൂപ്പിൾ കാർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾക്കായി ഒരുക്കുന്ന, ഒരു കുട്ടികൾ തന്നെ ഒരുക്കിയ e-commerce പ്ലാറ്റ്ഫോം ആണിത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക. ചെറിയ കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ അവ വിൽക്കാൻ വേണ്ടി മാത്രം എന്താണ് കുട്ടികൾ തന്നെ ഒരുക്കിയ ഒരു e-commerce പ്ലാറ്റ്ഫോം ആണ് എന്താണ് പ്യൂപ്പിൾ കാർട്ട് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ
കാർട്ട് എന്നുള്ളത് കേൾക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് ഈ ഒരു ഇ കൊമേഴ്സിനാണ് അല്ലെങ്കിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി പ്യൂപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിൽ നിന്ന് നമുക്കത് കുട്ടികളിലേക്കാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പിൾ കാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയതും എന്താണ് കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് ഓർത്തു വെക്കുക. പ്യൂപ്പിൾ കാർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോമാണ്, ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SBIക്കാണ്. എന്താണ് SBIക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെ പുരസ്കാരമാണെന്ന് നമുക്ക് നോക്കാം. ഗ്ലോബൽ ഫിനാൻസിന്റെ 2025 ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്താണ് ആദ്യത്തെ ഓർത്ത് വെക്കുക. ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഏത് ബാങ്കിനാണ് ലഭിച്ചതെന്ന് ഓർത്ത് വെക്കുക. SBIക്കാണ് ഈ 2 പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരങ്ങൾ നൽകുന്നത് എന്താണ് ഗ്ലോബൽ ഫിനാൻസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഗ്ലോബൽ ഫിനാൻസിന്റെ 2025 ഈ പുരസ്കാരങ്ങളാണ് എന്താ SBIക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ടും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കിനുള്ള പുരസ്കാരവും ആർക്ക് തന്നെയാണ് ലഭിച്ചത്? SBIക്ക് തന്നെയാണ് ലഭിച്ചത്. ഇനി SBIയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി SBIയുടെ എന്താണ് ചെയർമാൻ ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. CS ഷെട്ടിയാണ്. ആരാണ്? CS ഷെട്ടിയാണ് എന്താണ് SBIയുടെ ചെയർമാൻ നമുക്ക് അറിയാം. ഇനി ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് എന്താണ് SBIയുടെ ആസ്ഥാനം എന്നുള്ള കാര്യം അറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നിലവിലെ ചെയർമാൻ ആരാണ്? PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. CS ഷെട്ടിയാണ്. അപ്പോൾ 2025 ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരം, ഗ്ലോബൽ ഫിനാൻസിന്റെ എന്നീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ബാങ്ക് ഏതാണെന്ന് ഓർത്ത് വെക്കുക. SBI ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്ത് നൽകുന്ന രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങളാണ്. അതിലാദ്യം നമ്മൾ നോക്കുന്നത് വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. 2025 രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ഓർത്ത് വെക്കുക. ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ്. ആരാണ്? ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ് ഈ ഒരു പുരസ്കാരത്തിന് 2025 എന്താണ് ഈ ഒരു വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അടുത്തിടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് 2025 മെയ്യിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ 2025 മെയ് 20-നാണ് ആരന്തരിച്ചതെന്ന് ഓർത്തു വെക്കുക. ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് എന്താണ് മരണാനന്തരമായിട്ടാണ് ഈ ഒരു ബഹുമതി അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്താണ് മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം, ഈ ഒരു അവാർഡ് വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹം പ്രശസ്തനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അദ്ദേഹം എന്താണ് ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. 2025 മെയ് 20-നാണ് അദ്ദേഹം അന്തരിച്ചത്. മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിക്കുന്നത്. ആരാണ് വ്യക്തിയെന്ന് ഓർത്തു വെക്കുക. ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ്. ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നത്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 1965 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. എന്നാണെന്ന് ഓർത്ത് വെക്കുക. 1965 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. ഇനി 1996 അദ്ദേഹത്തിന് കലിംഗ പുരസ്കാരം ലഭിക്കുന്നത്. 1996 അദ്ദേഹത്തിന് കലിംഗ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് 2004 അദ്ദേഹത്തിന് എന്താണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പത്മവിഭൂഷൺ ലഭിച്ചത് എന്നാണ് 2004 കലിംഗ പുരസ്കാരം ലഭിച്ചത് 1996. ഇനി 2004 അദ്ദേഹത്തിന് എന്താണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. മൈ ടെയിൽ ഓഫ് 4 സിറ്റീസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. എന്താണെന്ന് ഓർത്തു വെക്കുക. മൈ ടെയിൽ ഓഫ് 4 സിറ്റീസ്. 4 ഓർത്തു വെക്കുക. 4 സിറ്റീസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയത് വിജ്ഞാൻ രത്ന പുരസ്കാരമാണ്. അപ്പോൾ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിൽ തന്നെ വിജ്ഞാൻ ശ്രീ പുരസ്കാരമാണ്. വിജ്ഞാൻ ശ്രീ പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത് 8 പേർക്കാണ്. അതിൽ പ്രധാനമായും നമ്മൾ ഓർത്തു വെക്കേണ്ടത് 2 മലയാളികളുടെ പേരാണ്. അതിലൊന്നാണ് N ജയൻ. ഓർത്തു വെക്കുക. N ജയൻ എന്നുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതേപോലെ തന്നെ തളപ്പിൽ ഓർത്തു വെക്കുക. തളപ്പിൽ പ്രദീപ് എന്താണ് തളപ്പിൽ പ്രദീപ് എന്നീ 2 പേർക്ക്, എന്നീ 2 മലയാളികൾക്ക് എന്താണ് 2025 രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
2 മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2 മലയാളികൾ ഉൾപ്പെടെ 8 പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2 മലയാളികൾ ആരാണെന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. എൻ ജയനും അതേപോലെ തളപ്പിൽ പ്രദീപിനുമാണ് ഈ ഒരു വിജ്ഞാൻ ശ്രീ പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ള മലയാളികൾ. അതേപോലെ ഈ ഒരു പുരസ്കാരത്തിൽ വിജ്ഞാൻ യുവ പുരസ്കാരം 14 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മലയാളികൾക്കാർക്കും ലഭിച്ചിട്ടില്ല. 14 പേർക്കാണ് എന്താണ് വിജ്ഞാൻ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി വിജ്ഞാൻ ടീം പുരസ്കാരമുണ്ട്. എന്താണ് വിജ്ഞാൻ ടീം പുരസ്കാരമുണ്ട്. അപ്പോൾ ഈ ഒരു വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ടീം അരോമ മിഷൻ ആണ്. ആർക്കാണ് എന്ന് ഓർത്തു വെക്കുക. ഏത് ടീമിനാണ്? ടീം അരോമ മിഷൻ CSIR-നാണ് വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയത് 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങളാണ്. ആദ്യം നമ്മൾ നോക്കിയ വിജ്ഞാൻ രത്നയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് വിജ്ഞാൻ ശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്ന് നോക്കി. വിജ്ഞാൻ യുവ പുരസ്കാരം 14 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ടീം അരോമ മിഷൻ ആണ്. ടീം അരോമ മിഷൻ CSIR-നാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇത്രയും പുരസ്കാരങ്ങൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഇത്രയും ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിക്കുന്ന ഒരു സംവിധാനമാണ്. എന്താണ്? യാത്രീ സുവിധാ കേന്ദ്രം. എന്താണ്? യാത്രീ സുവിധാ കേന്ദ്രം. അപ്പോൾ സ്ഥിരമായിട്ട് എന്താണ് യാത്രീ സുവിധാ കേന്ദ്രങ്ങൾ ആരംഭിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുകയാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു കേന്ദ്രമാണ്. റെയിൽവേ യാത്രകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ട്രെയിൻ യാത്രകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് യാത്രീ സുവിധാ കേന്ദ്രങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ, അതേപോലെ ടോയ്ലറ്റുകൾ, ഇനി കുടിവെള്ള ഡിസ്പെൻസറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു യാത്രീ സുവിധാ കേന്ദ്രം ആരംഭിക്കുന്നത്. അപ്പോൾ യാത്രക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നതാണ്. ഓരോ സീസണും വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള തിരക്കുകൾ, റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തിരക്ക് കാരണം ആർക്കും യാത്രാ ക്ലേശം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. സ്ഥിരമായിട്ട് എന്താണ് ഈ ഒരു യാത്രാ സുവിധാ കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളിലായിട്ടായിരിക്കും, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളിലായിട്ടായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഒരു ചുഴലിക്കാറ്റിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. അപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്തു വെക്കുക. മോന്ത. എന്താണ്? മോന്ത എന്നുള്ള ചുഴലിക്കാറ്റാണ്. അപ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള നെയിമാണ്. ഓർത്തു വെക്കുക. ഈ ഒരു ചുഴലിക്കാറ്റ് എപ്പോഴാണ് രൂപം കൊണ്ടത്? 2025 ഒക്ടോബറിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഒരു പേര് നൽകിയത്, മോന്ത എന്നുള്ള ഈ ഒരു പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. ഓർത്തു വെക്കുക. തായ്ലൻഡ് ആണ് എന്താണ് ഈ ഒരു ചുഴലിക്കാറ്റിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയത് തായ്ലൻഡ് ആണ്. പേരെന്താണെന്ന് ഓർത്തു വെക്കുക. മോന്ത എന്നുള്ള ചുഴലിക്കാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വിദേശത്ത് സ്ഥാപിതമായ ഒരു പ്രതിമയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കുക. ചൈനയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിലാണ് ടാഗോറിന്റെ ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമയാണ് സ്ഥാപിതമായത്. ഏത് രാജ്യത്താണ്? ചൈനയിലെ ബെയ്ജിങ്ങിൽ ഇന്ത്യൻ എംബസി ഓഫീസിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമായത്. 2025 ഒക്ടോബറിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രതിമയുടെ ശില്പി ആരാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പ്രശസ്ത ചൈനീസ് ശില്പിയായിട്ടുള്ള യുവാൻ ഷിക്കുനാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രതിമയുടെ ശില്പി ആരുടെ പ്രതിമയാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമയാണ് സ്ഥാപിതമായത്. 2009 ചൈനയുടെ 60ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അവിടെ ചൈനയിൽ ഒരു അഭിപ്രായ സർവേ നടത്തുകയുണ്ടായി. ചൈനയുടെ ആധുനിക വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വിദേശ വ്യക്തിത്വങ്ങളുടെ ഒരു സർവേ ആണ് നടത്തിയത്. അപ്പോൾ ഈ ഒരു സർവേ പ്രകാരം ആദ്യ 50, അതായത് ഈ ഒരു സർവേ പ്രകാരം ഈ ചൈനയുടെ ആധുനിക വികസനത്തിന് സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വങ്ങളുടെ ആദ്യത്തെ 50 പേരുടെ ലിസ്റ്റിൽ രവീന്ദ്രനാഥ് ടാഗോറും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ചൈനയിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കുക, അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിമ, അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്, ഇന്ത്യൻ എംബസി ഓഫീസിലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 ഒക്ടോബറിൽ ആസിയാനിൽ അംഗമായ രാജ്യം ഏതെന്നാണ്? ഓർത്തുവെക്കാം, കിഴക്കൻ ടിമോർ ആണ്. ഏത് രാജ്യമാണ്? കിഴക്കൻ ടിമോർ ആണ്. എന്താണ്? 2025 ഒക്ടോബറിൽ ആസിയാനിൽ ഔദ്യോഗികമായിട്ട് അംഗമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എന്താണ്? ആസിയാനിൽ എന്താണ്? കിഴക്കൻ ടിമോർ അംഗമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബറിൽ കോലാലംപൂരിൽ നടന്നിട്ടുള്ള ആസിയാൻ മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ എത്രാമത് രാജ്യമായിട്ടാണ് വന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. 11ാമത് രാജ്യമായിട്ടാണ് കിഴക്കൻ ടിമോർ ആസിയാനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസിയാനിൽ ജോയിൻ ചെയ്ത 11ാമത് രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ്? കിഴക്കൻ ടിമോർ തന്നെയാണ്. ഇനി ആസിയാന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം. എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നുള്ളതാണ് എന്താണ് ആസിയാന്റെ പൂർണ്ണ രൂപം. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1967ലാണ്. 1967ലാണ് ആസിയാൻ സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം. അപ്പോൾ ആസിയാനിൽ എന്താണ് 2025 ഒക്ടോബറിൽ അംഗമായ 11ാമത് അംഗമായി ചേർന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക? കിഴക്കൻ ടിമോർ ആണ്. ഇനി ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയിട്ടില്ല. എന്ത് പുരസ്കാരമാണെന്ന് നമുക്ക് നോക്കാം. ദി ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ്. എന്താണ്? ദി ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ് ആണ്. ഇത് നൽകി തുടങ്ങുന്ന വർഷം ഏതാണെന്ന് ഓർത്തു വെക്കുക? 2027 മുതലാണ് നൽകാൻ പോകുന്നത്. 2027 മുതൽ എന്താണ്? ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ് നൽകി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബുക്കർ പ്രൈസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ബുക്കർ പ്രൈസ് എന്ന് നമ്മൾ കുറേ തവണ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ വർഷവും ബുക്കർ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ട്, ബുക്കർ പ്രൈസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കർ പ്രൈസ് വരികയാണ്. കുട്ടികളുടെ ബുക്കർ പ്രൈസ് ആയിട്ട് വരികയാണ് ദി ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2027 മുതലാണ്. 2027 മുതലാണ് നൽകി തുടങ്ങുന്നത്. 2026 ആകുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്ന നോമിനീസിനെയൊക്കെ ക്ഷണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കറിയാം എന്താണ്? ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റിന് ശേഷമായിരിക്കും എന്താണ്? ഫൈനൽ ലിസ്റ്റ് വരുന്നത്. 2027ലാണ് ഈ ഒരു വിജയിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇനി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. 8 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. എന്താണ്? 8 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ രചനകളാണ്, ഫിക്ഷനുകളാണ്, സമകാലിക പ്രാധാന്യമുള്ള ഫിക്ഷനുകളാണ് ഈ ഒരു അവാർഡിന് വേണ്ടി പരിഗണിക്കുന്നത്. 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികളുടെ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അവാർഡ് നൽകി തുടങ്ങുന്നത് 2027 മുതലായിരിക്കും. ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 50,000 പൗണ്ട് ആണ്. എന്താണ്? 50,000 പൗണ്ട് ആണ് ഈ ഒരു പുരസ്കാരത്തിന് സമ്മാന തുകയായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 2027 മുതലാണ് പുരസ്കാരം നൽകുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ആരെന്നാണ്? ഓർത്തു വെക്കുക? സതീഷ് റായ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഏത് മേഖലയിലാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ബോളിവുഡ് നടനായിരുന്നു അദ്ദേഹം. ചില ഷോകളിലൊക്കെ വളരെ നർമ്മപ്രധാനമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക? സതീഷ് റായ് ആണ്. അദ്ദേഹം അന്തരിച്ചത് 2025 ഒക്ടോബറിലാണ്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്വന്തമാക്കേണ്ട ഒരു റാങ്ക് ഫയലാണ് ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ. 3 വോളിയങ്ങളായിട്ട് വരുന്ന ഈ ഒരു റാങ്ക് ഫയലിന്റെ വില 1600 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഒരു ഓഫർ പ്രൈസോട് കൂടി തന്നെ ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായിട്ട് നിയമിതയായത് ആരെന്നാണ് നമ്മൾ നോക്കിയത്? തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള PV ഉഷാകുമാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്ന പദ്ധതി ഏതെന്നാണ്? PM ശ്രീ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതിയിലൂടെ എന്താണ്? സ്കൂൾ വിദ്യാലയങ്ങളെല്ലാം എന്താണ്? നവീകരിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. രാജ്യത്ത് ആദ്യമായിട്ട് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച സർക്കാർ ആശുപത്രി ഏതെന്നാണ്? ഓർത്തു വെക്കുക? കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫുട്ബോൾ താരത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ത്യൻ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരെന്നാണ്? ഷിൽജി ഷാജി ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പീപ്പിൾ കാർട്ട് എന്നുള്ള പ്ലാറ്റ്ഫോം ആണ്. ഒരു e-commerce പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ തന്നെ
തയ്യാറാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് പ്യൂപ്പിൾ കാർട്ട് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം. ശേഷം നമ്മൾ നോക്കിയത് SBI ബാങ്കിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരമായിരുന്നു. അപ്പോൾ പുരസ്കാരം നൽകിയത് ഗ്ലോബൽ ഫിനാൻസ് ആണ്. ഗ്ലോബൽ ഫിനാൻസിന്റെ 2025 ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾ നേടിയത് SBI ബാങ്ക് ആണ്. ഇനി SBIയുടെ ചെയർമാൻ ആരാണെന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. CS ഷെട്ടിയാണ് SBIയുടെ ചെയർമാൻ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു 2025 രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരം. നമ്മൾ ആദ്യം നോക്കി ആർക്കാണ് ലഭിക്കുന്നത്? ജയന്ത് വിഷ്ണു നാർലിക്കറിനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇനി അതുപോലെ തന്നെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നമ്മൾ നോക്കിയിരുന്നു. ഈ ഒരു പുരസ്കാരം 8 പേർക്കാണ് ലഭിച്ചത്. അത് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. N ജയനും അതേപോലെ തളപ്പിൽ പ്രദീപ് എന്നീ മലയാളികൾക്കാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വിജ്ഞാൻ യുവ പുരസ്കാരം 14 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യാത്രക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു സംവിധാനമാണ് യാത്രീ സുവിധാ കേന്ദ്രമാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥിരമായിട്ട് ഈ ഒരു യാത്രീ സുവിധാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു ചുഴലിക്കാറ്റായിരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്നാണ് നമ്മൾ നോക്കിയത്. മോന്ത എന്നുള്ള ചുഴലിക്കാറ്റാണ്. എവിടെയാണ് രൂപം കൊണ്ടത്? 2025 ഒക്ടോബറിലെ ബംഗാൾ ഉൾക്കടലിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. പേര് നൽകിയത് തായ്ലാന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പ്രതിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത് ചൈനയിലാണ്. ചൈനയിലെ ബെയ്ജിങ്ങിൽ ഇന്ത്യൻ എംബസിയിലാണ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2025 ഒക്ടോബറിൽ ആസിയാനിലെ അംഗമായ രാജ്യം ഏതെന്നാണ്. കിഴക്കൻ ടിമോർ ആണ് 2025 ഒക്ടോബറിൽ ആസിയാനിലെ 11ാമത് അംഗമായിട്ട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വിജ്ഞാപനം 2025 ഒക്ടോബറിലാണ് ഔദ്യോഗികമായിട്ട് വന്നത്. ഓർക്കുക, ഏത് മീറ്റിംഗിൽ വെച്ചായിരുന്നു? ക്വാലാലംപൂരിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. 11ാമത് രാജ്യമായിട്ടാണ് വന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കിഴക്കൻ ടിമോർ ആണ് അടുത്തിടെ അംഗമായത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ദി ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ് നൽകി തുടങ്ങുന്ന വർഷം ഏതെന്നാണ്. 2027 മുതലാണ് ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങുന്നത്. 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമകാലിക പ്രാധാന്യമുള്ള ഫിക്ഷനുകളാണ് ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ഇതിന്റെ സമ്മാനത്തുക നമ്മൾ പറഞ്ഞു 50,000 പൗണ്ടാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ആരാന്ന് നോക്കി. സതീഷ് റായ് ആണ്. അപ്പോൾ അദ്ദേഹം ബോളിവുഡ് നടനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2025 ഒക്ടോബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹനായത് ആരെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ വിക്രം സേത്ത്, ഓപ്ഷൻ ബി ചേതൻ ഭഗത്, ഓപ്ഷൻ സി സുനിൽ അമൃത്, ഓപ്ഷൻ ഡി സൽമാൻ റുഷ്ദി. അടുത്ത ചോദ്യം ഇതാണ്. UN ഭക്ഷ്യ കാർഷിക സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 10. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 ഒക്ടോബറിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നീരജ് ചോപ്രയ്ക്കാണ് 2025 ഒക്ടോബറിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. അടുത്തിടെ ഓസ്ട്രേലിയയുമായി ധാതു കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. US ആണ്. അപ്പോൾ USഉം അതേപോലെ ഓസ്ട്രേലിയയും ചേർന്നിട്ടാണ് ഈ ഒരു ധാതു ഖനന കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.